അപ്പോൾ ഇത് ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ പള്ളിയിൽ പോയില്ല കേട്ടോ. വൈകുന്നേരമാണ് കുർബാന കൂടിയത്. രാവിലെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പിന്നെ നനഞ്ഞ് ചീഞ്ഞ് പള്ളിയിൽ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈർച്ച കയറും. അപ്പോൾ അങ്ങനെ ദേ നമുക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ചേട്ടൻ കാലത്തെ തന്നെ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആദ്യം ഇറച്ചി ഉരുളക്കിഴങ്ങിട്ടിട്ടാണ് കറി വെച്ചത്. അപ്പോൾ എല്ലാവരും ഒക്കെ ചായ കുടിച്ച് ബാക്കിയുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ മാത്രമേ ഇനി പുട്ട് കഴിക്കാനായിട്ടുള്ളൂ. അപ്പം ഞാൻ കരുതിയേ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് സാവകാശം പുട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ദേ കഞ്ഞിക്ക് വെള്ളം വെച്ച് ഒപ്പം അരിയും കഴുകിയിട്ട് പിന്നെ നമുക്കിനി ചക്കക്കുരുട്ട് ഇറച്ചിക്കറി വെക്കാം കേട്ടോ ഉച്ചക്കത്തേക്ക്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ മൂടി ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചേ ഇത്തിരി നേരം കൂടെ ഒന്ന് തിളക്കട്ടെ എന്ന് കരുതി. ചക്കക്കുരു പിന്നെ അറിയാലോ, ഞാൻ അന്ന് ചക്ക വാങ്ങിയതിന് ചക്കക്കുരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എടുത്ത് പിന്നെ ബാക്കിയുള്ളത് നമുക്കിന്ന് ഇറച്ചിക്കകത്ത് ഇട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇറച്ചിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ 2 പൂച്ചകളില്ലേ, അവന്മാരെൻ്റെ കാലിൻ്റെ ചുറ്റും കിടന്ന് കളിക്കണേണ് കേട്ടോ. അപ്പോഴേ എൻ്റെ വലിയ കുക്കറിൻ്റെ മൂടിയേ ആവി പോകണമെന്നേ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. ശരിയാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്കത് കൊടുത്ത് മാറേണ്ടി വരും. അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ കുഞ്ഞി കുക്കറിൻ്റെ അകത്ത് തിക്കി പൊട്ടിച്ച് വെക്കാൻ വേണ്ടി പോകണേണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബീഫെല്ലാം കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കറിനകത്തോട്ട്. ഇനി സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ വന്ന് ഇവന്മാര് 2 പൂച്ചകളും കൂടെ നമ്മുടെ അടുക്കളക്കകത്താണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും ജനല പൂട്ടിയിട്ട് പോവേ. ചെറിയൊരു കള്ളത്തരമൊക്കെ ഉണ്ട്. സാധാരണ മീൻ വെട്ടുമ്പോഴത്തേക്കും വന്നിട്ടാണ് ഓടി വന്നത്. ഇന്നിപ്പോൾ ഇറച്ചിയുടെ മണം കെട്ടപ്പോഴത്തേക്കും വന്ന്. അപ്പൊ ഞാൻ കുറച്ച് പാടയൊക്കെ ഒരു ഇത്തിരി തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കഞ്ഞിയൊക്കെ തിളച്ചപ്പോഴത്തേക്കും ഞാൻ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വെച്ച് പിന്നെ ഞാൻ പുട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. ഇനി ഞാൻ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മൂഡ് പോകും പണിയെടുക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് വേഗം പുട്ട് വാരി കഴിച്ചിട്ട് നമുക്കിനി ചള്ളം പൊരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ കിള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ. ഇനി മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും, ഉള്ളിയും, ഇഞ്ചിയും, പച്ചമുളകും, കുരുമുളകും, കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കിയ ശേഷം അതിനകത്തോട്ട് ചെമ്മീൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചള്ളം പൊരിച്ചത് റെഡി. കുറേ സ്ഥലത്തൊക്കെ ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയ വീഡിയോക്കകത്ത് കുറേ പേര് കമൻറ്റ് പറയുന്നുണ്ട് അത് ചെമ്മീൻ വട എന്നൊക്കെയാണ് പറയണത്. നമ്മുടെ ഇവിടെ ചെമ്മീൻ ചള്ളം പൊരിച്ചതെന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ ദേ ചള്ളം പൊരിച്ചത് വറുത്ത് കോരി ഞാനൊരു പാത്രത്തിലോട്ടാക്കി. നമ്മുടെ ചക്കക്കുരും ബീഫും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചക്കക്കുരു വറുത്തിട്ട് നല്ല പൊട്ടിയുള്ള ചക്കക്കുരു. അങ്ങനെ പിന്നെ കറികളൊക്കെ റെഡിയായപ്പോഴത്തേക്കും വേഗം തന്നെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട്. അപ്പം ഞാനിനി ഉച്ചക്ക് ചോറ് കഴിക്കൂല, കാരണം ഞാൻ കുറച്ച് നേരത്തെയുള്ള പുട്ട് കഴിച്ചത്. അപ്പം ഇനി ഉച്ചക്കത്തെ തീറ്റയൊക്കെ കണക്കായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് മൂക്കടപ്പ് വന്നതേ കുറച്ച് നേരത്തെ ഇത്തിരി ചാറ്റൽ മഴ കൊണ്ട് അപ്പം തുടങ്ങിയ തുമ്മലും ചീറ്റലും ഒക്കെയാണ്. ചോറ് കഴിക്കുമ്പോൾ ഇത് തന്നെ വർത്താനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള പത്രം.